ഹലോ വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓണത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ പുറത്ത് പോയതും യാത്ര ചെയ്തതായിട്ട് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പതുക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ. കുറച്ച് ദിവസം അടുപ്പിച്ചുള്ള യാത്രകളും ബഹളവും ഒക്കെ കാരണം കുറച്ചധികം ബുദ്ധിമുട്ടിലായി. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിട്ടത്തിൻ്റെ അന്ന് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. മുൻപൊക്കെ എന്ത് വിശേഷത്തിൽ നമ്മൾ തറവാട്ടിലൊക്കെ ഒത്തുകൂടി കഴിഞ്ഞാലും എല്ലാവരും കൂടിയിട്ട് പോണ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനി ബീച്ച് തന്നെയാണ് കേട്ടത്. അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമാണല്ലോ. കർമ്മ റോഡ് വഴി പോകാനായിട്ട് പറ്റും. കർമ്മ റോഡിൽ ഇപ്പോൾ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് സ്ലോ ആയി, കാരണം തിരക്ക് കുറവാണെങ്കിൽ നമുക്ക് കയറാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യത്തിൽ തിരക്കുണ്ടായിരുന്നു. പുറത്ത് പാർക്കിങ്ങിലായാലും അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അങ്ങനെ അത്ര ആളൊന്നും കാണാനില്ലെങ്കിലും അത്യാവശ്യത്തിൽ അധികം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നിർത്താണ്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പെരുന്നാളിലും ഇതേപോലെ എക്സിബിഷൻ വന്നിട്ട് നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റിയില്ല കേട്ടോ. അന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാനോ കാണാനൊന്നും പറ്റിയില്ല. ഇപ്രാവശ്യം പോണതിൻ്റെ മുന്നേ കാണാൻ ചിലപ്പോൾ പറ്റും. പിന്നെ പൊതുവെ വെക്കേഷൻ ടൈം ആയത് കാരണം കൊണ്ടൊക്കെ പറയാൻ വേണ്ടില്ല, എല്ലായിടത്തും തിരക്കുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഡാർപ്പായി ഇങ്ങനെ ഇട്ട കാരണം നമുക്ക് ഉള്ളിലോട്ടൊന്നും കാണാനില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള റൈഡുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. യന്ത്രൂഞ്ഞാലും അതേപോലെ തന്നെ വലിയ കുറേ റൈഡുകളൊക്കെ ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി. അപ്പോൾ അപ്പോഴത്തേനും കുട്ടികൾ ബഹളം വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കി നോക്കി എന്തായാലും തിരക്ക് കുറവാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പൊന്നാനി ബീച്ച് പാലം കയറിയിട്ടുണ്ട്. അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് എന്തായാലും കാറിൽ കൊള്ളില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കാറിൽ ഞാനും അച്ഛനും അതേപോലെ കുട്ടിപ്പട്ടാളങ്ങളും ഏട്ടനും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ബൈക്കിലാണ്. ഏട്ടനും ചേച്ചിയും അതേപോലെ തന്നെ അനിയത്തി ഹസ്ബൻഡ് എല്ലാവരും പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. സായിട്ട് ഞങ്ങളെ കൂടെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ച അവിടെ എത്തുമ്പോഴത്തേനും ആൾ കരച്ചിലൊക്കെ ആവുമെന്ന്. കടലും അതേപോലെ തന്നെ കളിക്കാൻ മണലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മേനൊക്കെ മറന്നത് ആദ്യം തന്നെ ആളാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് തിരക്കുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, അത്രയധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നല്ലോണം സന്ധ്യ ആവാത്തത് കൊണ്ടായിരിക്കും. കാരണം നല്ല മുട്ടം വെയിലാണല്ലോ. വെയിലൊക്കെ താവണ സമയമാകുമ്പോഴേക്കും എന്തായാലും തിരക്കാവും. സാധാരണ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ് ഉണ്ടാവാറ്. വണ്ടിയൊന്നും എവിടെ നിർത്താൻ പറ്റാറില്ല. ഇന്ന് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും പണി പോകും. അങ്ങനെ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. കാരണം അവരും കൂടി എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തെരഞ്ഞവർ പിന്നെയും കുറേ സമയം കളയേണ്ടി വരും. അച്ഛനൊരു വിധത്തിലാണ് കേട്ടോ ഞങ്ങൾ കൂട്ടിക്കൊടുന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ വരുന്നില്ല, കളിക്കാൻ പോവാന്നാ പറഞ്ഞു. ഞാൻ മുന്നേക്കത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളവിടെ ഓണത്തിന് നടക്കുന്ന കളികളൊക്കെ. അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു. ഒരു വിധത്തിലാണ് ഞങ്ങൾ കൂട്ടിക്കൊടുന്നത്. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ അതാ കടലിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുട്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്നാമത് വെയിലിങ്ങനെ അടിക്കുന്ന കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് തണലിലേക്ക് മാറി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ. വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നിട്ടില്ല. പിന്നെ തിരക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ കാണുന്നേക്കാളും നല്ല സ്ട്രോങ് ആയതുപോലെ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. എത്ര സ്ട്രോങ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൽ കിടന്ന് കുത്തി മറിയാത്തവരാരും ഇല്ല. ഇത് അപ്പുറത്തെ ഭാഗത്തൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഈ തിരയിൽ കിടന്നിട്ട് ഇങ്ങനെ മുങ്ങി പൊങ്ങിന മയിരി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പോലീസൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ എല്ലാവരോടും കയറാൻ അത് കണ്ട് പേടിച്ചിട്ടാണ് അമ്മ അതാ ചാച്ചുവിനും കൊണ്ട് വലിച്ചു ഓടുന്നത്. ഏട്ടനും ഞങ്ങളും ബാക്കി എല്ലാവരും ഇതാ വെള്ളമൊന്നും എത്താത്തൊരു ഭാഗത്ത് കയറി നിൽക്കുകയാണ്. തിര വരുന്നത് കാണുമ്പോഴേ പിന്നേക്ക് പോവുകയാണ്. കാരണം എങ്ങാനും നനഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഈ നനയൊന്നും ചെയ്യാണ്ട് പിന്നെ എന്തിനാ നമ്മൾ കടൽ കാണാൻ വന്നതെന്നല്ലേ നിർബന്ധിച്ച് കൊടുന്നാ കേട്ടോ. കാരണം മുന്നേക്കെ ആണെങ്കിൽ ഓണായാലും വിഷുവായാലും എല്ലാവരും കൂടി ചേരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ പതിവൊക്കെ തെറ്റി. എല്ലാവരും വരും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. പിന്നെ നമ്മൾ തറവാട്ടിലേക്ക് എങ്ങടേലൊക്കെ പോകുന്നല്ലാണ്ട് പുറത്തൊന്നും പോകണില്ല. അപ്പം നിർബന്ധിച്ചിട്ട് എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെയും കൊണ്ട് വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ തിര നല്ല സ്ട്രോങ് ആണെന്ന്. അപ്പോൾ കടലിൽ ഇങ്ങനെ മുങ്ങി കളിക്കുകയും ഒക്കെ ചെയ്യണവരനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും വിട്ടു നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് ഉള്ളിലേക്കൊന്നും ഇറങ്ങരുത് പറഞ്ഞിട്ട്. എന്തായാലും എല്ലാവരെയും ആഗ്രഹപ്രകാരം കുറച്ച് നേരമൊക്കെ കളിക്കാനൊക്കെ സമയം കിട്ടി. ഒരു അരമണിക്കൂറോളൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരനെ കാണുന്നത്. കാരണം അച്ഛനും കുട്ടികളും കൂടി വെള്ളത്തിൽ കളിക്കുകയാണ്. അവരും കൂടി കയറി കഴിഞ്ഞാൽ ഇനി പോകാന്നുള്ള തീരുമാനമായിട്ടുണ്ട്. സായിനും അതിലിടയ്ക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവനെ ഒന്ന് നനച്ച് കൊടുന്നു. ഇനി നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ വരുമ്പോൾ നമ്മൾ കണ്ട എക്സിബിഷൻ്റെ അവിടെ തിരക്ക് കുറവാണെങ്കിൽ കയറാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകുമ്പോഴേ അറിയുള്ളൂ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. തിരിച്ചു പോകുമ്പോഴാണ് ഏകദേശം ഇവിടെ തിരക്കൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും നല്ല ബ്ലോക്കായി. അപ്പോൾ നമ്മളെ വഴിയൊക്കെ തിരിച്ചിട്ടാണ് വിട്ടത്. വേറെ റോട്ടിൽ കൂടെയൊക്കെയാണ് നമ്മൾ കർമ്മയ്ക്ക് പിന്നെയും കയറിയിട്ടുണ്ടായിരുന്നത്. വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാ റോഡിൻ്റെ 2 സൈഡും ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ കുട്ടിപ്പട്ടാളങ്ങൾ കംപ്ലീറ്റ് നമ്മളെ വണ്ടിയിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ബൈക്കിലാണ് വരുന്നത്. സായു കളിക്കണ ഭയങ്കര തിരക്കിലാണ്. ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അവനവിടെ നിന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
കർമ്മ റോഡ് ഏകദേശം മൊത്തത്തിൽ തിരക്കായിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ ഒരാളെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അത്യാവശ്യം വെയിലുള്ള സമയമാണല്ലോ. വെയിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് പൊതുവേ നമ്മൾ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാവുക, കടകളൊക്കെ തുറക്കുക. എക്സിബിഷനും പാളി പോയിട്ടുണ്ട്. കാരണം നമ്മൾ പോകുമ്പോൾ ഉണ്ടായതിനേക്കാളും തിരക്കായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു നമുക്കവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പ്ലാന് പിന്നെയും മാറ്റി എല്ലാവരും കൂടി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. എക്സിബിഷൻ്റെ ലൈറ്റൊക്കെയാണ് കേട്ടോ ആ ദൂരെയാ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കർമ്മ റോഡിൽ നമുക്ക് കാണാനുള്ളത് ഈ ഒരു അറ്റ്മോസ്ഫിയറാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ്. ആമിയും പൊന്നും കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഐസ്ക്രീമൊക്കെ ഏകദേശം അവിടെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ചധികം ആളുണ്ടല്ലോ. തണുപ്പുള്ളതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എനിക്കൊന്നും കിട്ടിയില്ല. കാരണം ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ തണുപ്പുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. പോകുമ്പോൾ എന്തായാലും ഒരു ചായ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി കയറിയപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നുപോയി. ഇനിയിപ്പോൾ ഇവരൊക്കെ കഴിക്കുന്നത് വെറുതെ വീഡിയോ എടുത്ത് നോക്കി നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. സായുട്ടനും അമ്മയൊക്കെ അവിടെ ഭയങ്കര തിരക്കിലാട്ടാ. കണ്ടില്ലേ, എല്ലാവരും നന്നായിട്ട് എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്. എന്തായാലും നമ്മൾ വീട്ടിലെല്ലാവരും കൂടിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ. ഇനി എന്നാണ് ഇങ്ങനെ പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓണത്തിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടേക്കെങ്കിലൊക്കെ പോകാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒന്നും കൂടിയൊക്കെ യാത്ര പോകാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.